തിരുവനന്തപുരം റീജിയണൽ കണ്ണാശുപത്രിയിൽ ഗുരുതര ചികിത്സാ നിഷേധം. 1.5 വർഷം ശസ്ത്രക്രിയ വൈകിപ്പിച്ച് യുവതിയുടെ കാഴ്ചശക്തി തകരാറിലാക്കിയതായി പരാതി. തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശി സുനിതയോടാണ് സർക്കാർ ആശുപത്രിയുടെ ഈ ക്രൂരത. ചികിത്സ നൽകാത്തത് റെറ്റിന ശസ്ത്രക്രിയാ ഉപകരണം പ്രവർത്തനരഹിതമായതിനാലെന്ന് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ജനം ബ്രേക്കിംഗ് ടിൻറ്റു ദാസ് ചേരുന്നു. ടിൻറ്റു, എന്തായിരുന്നു സംഭവം? രോഹിണി, 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കണ്ണിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് ചുള്ളിമാനൂർ സ്വദേശി സുനിത തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി ആശുപത്രിയിലെത്തുന്നത്. അവിടെ വെച്ചിട്ട് ഇത്തരത്തിൽ അടിയന്തരമായി തന്നെ ഈ കണ്ണിൻ്റെ ശസ്ത്രക്രിയ നടത്തണമെന്നും അതോടൊപ്പം തന്നെ കണ്ണിലെ റെറ്റിനയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ അടിയന്തരമായി നടത്തണമെന്നാണ് ഡോക്ടർ എഴുതി കൊടുത്തത്. അതിനെ തുടർന്ന് 3 മാസങ്ങൾക്ക് ശേഷം ലേസർ ടെസ്റ്റുകൾ നിരവധി തവണ നടത്തി. അതോടൊപ്പം തന്നെ നിരവധി തവണ കണ്ണിന് മരുന്നൊഴിച്ചുമൊക്കെ ചികിത്സകൾ നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് അടിയന്തരമായിട്ട് ഇത്തരത്തിൽ ഈ പരിശോധനകൾ പൂർത്തിയാക്കി ശസ്ത്രക്രിയ നടത്തണമെന്ന നിർദ്ദേശം ഡോക്ടറും അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ സൂപ്രണ്ടുമായിട്ടുള്ള ഡോക്ടർ ഈ സുനിതയോടും കുടുംബത്തോടും പറയുന്നത്. തുടർന്ന് അനസ്തേഷ്യ, ഹൃദയ പരിശോധന, അത്തരത്തിലുള്ള ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയതിനു ശേഷം എന്നാണ് ശസ്ത്രക്രിയയ്ക്ക് വരേണ്ടത് ആ ദിവസം അറിയിക്കാമെന്നായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. ഈ നിർദ്ദേശപ്രകാരം ഈ കുടുംബം തിരികെ പോവുകയാണ് ഉണ്ടായത്. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം വിളിച്ചറിയിക്കുന്നു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് എത്തണമെന്ന്. പക്ഷേ പിന്നീട് ശസ്ത്രക്രിയയുടെ 5 ദിവസം മുമ്പ് വിളിച്ചറിയിക്കുന്നു ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണം തകരാറിലാണ്, അതുകൊണ്ട് ഈ ശസ്ത്രക്രിയ വൈകുമെന്ന് വിളിച്ചറിയിക്കുന്നു. ഇത്തരത്തിൽ 3 തവണ ആശുപത്രി അധികൃതർ ഈ ശസ്ത്രക്രിയാ ഉപകരണം തകരാറിലാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ചികിത്സ വൈകിപ്പിച്ചതായിട്ടാണ് ഈ കുടുംബം ആരോപിക്കുന്നത്, അല്ലെങ്കിൽ സുനിതയുടെ കുടുംബവും ആരോപിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് BP പരിശോധിച്ചും അതോടൊപ്പം തന്നെ ലേസർ ചികിത്സ കഴിഞ്ഞിരിക്കുന്ന ഷുഗറുമായി ബന്ധപ്പെട്ട് ഇടത് കണ്ണിന് ഒരു വെട്രസ്, അതായത് രക്തക്കട്ടകൾ രൂപപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. അപ്പോൾ കണ്ണിന് മരുന്നൊഴിക്കുകയും തുടർന്ന് BP പരിശോധിച്ചതിന് ശേഷം തിരികെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്നലെ തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി കണ്ണാശുപത്രിയിലേക്ക് ഇന്നലെ എത്തുന്നതും. ഇന്നലെ അവരോട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്താത്തതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഇതേ ആവർത്തി, അതായത് ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തകരാറിലാണ് എന്നൊരു മറുപടിയാണ് ഇത്തരത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു കനത്ത അനാസ്ഥയാണ്. കാരണം ഇത്തരത്തിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരു പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ നടത്തേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു മെഷീൻ തകരാറിലായിട്ടും അത് ആരോഗ്യ വിഭാഗത്തിൽ നിന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തിൽ നിന്നും അതിൻ്റെതായ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കുടുംബം ഈ ആശുപത്രി അധികൃതരുമായിട്ട് സംസാരിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ടും ഒരു ഘട്ടത്തിൽ പോലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ട് അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടായിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഷുഗറുമായി ബന്ധപ്പെട്ടുണ്ടായ തലവേദനയാണ്, ആ ഷുഗറുമായി ബന്ധപ്പെട്ടുണ്ടായ കാഴ്ച പ്രശ്നമാണെങ്കിൽ പോലും ഈ ഇടത് കണ്ണിൻ്റെ കാഴ്ചയിലുണ്ടായ പരിമിതികൾ ഇപ്പോൾ വലത് കണ്ണിനും ആരംഭിച്ചിട്ടുണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെക്കൻ കേരളത്തിലെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണാശുപത്രിയാണ് തിരുവനന്തപുരം റീജിയണൽ കണ്ണാശുപത്രി എന്ന് പറയുന്നത്. ഒരു പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ കണ്ണാശുപത്രിയാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി. ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപയ്ക്ക് ചിലവ് വരുന്ന ഒരു സർജറി അല്ലെങ്കിൽ ഓപ്പറേഷനാണിത്. ഒരുപക്ഷെ ഇവിടെ നടത്തിയില്ല എങ്കിൽ ഓപ്പറേഷൻ നടത്തേണ്ടത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മധുരയിലോ ഒക്കെ പോയി നടത്തേണ്ടതായിട്ട് വരും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇത്രയും പണം കൊടുത്ത് ഈ ഓപ്പറേഷനുകൾ നടത്തേണ്ടി. വളരെ സാധാരണക്കാരായവരാണ് തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ എത്തിച്ചേരുന്നത്. ഇത് ഒരു ഉപകരണം കേടാകുന്നു എന്നതിലുപരി അത് മാസങ്ങൾ ഇങ്ങനെ കേടായി കിടക്കുക, അതുമൂലം മാസങ്ങളോളം ചികിത്സ നിഷേധിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഗൗരവ സ്വഭാവം ഇരട്ടിയാകുന്നത്. എന്തായാലും ഇപ്പോൾ ആ യുവതിയുടെ കാഴ്ചശക്തിക്ക് തന്നെ വലിയ രീതിയിലുള്ള തകരാറ് സംഭവിച്ചു എന്ന് കുടുംബം ആരോപിക്കുമ്പോൾ ഇതിന്മേലൊരു വിശദീകരണം നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുമോ? അതോടൊപ്പം ഈ കുടുംബം ഇനി തുടർ നടപടികളുമായി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്?
നിലവിലിപ്പോൾ ആശുപത്രി അധികൃതമായി സംസാരിച്ച് ചികിത്സ വേണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിൽ കഴിഞ്ഞ 1.5 വർഷമായി നിഷേധിക്കപ്പെടുന്ന ചികിത്സ വേണ്ട എന്നാണ് കുടുംബം ഒരു തീരുമാനമെടുത്തത്. കാരണം രാവിലെ 8 മണി അല്ലെങ്കിൽ 7 മണിയോട് കൂടിയൊക്കെയാണ് ഇവർ ഈ ആശുപത്രിയിൽ എത്തുന്നത്. അവിടുത്തെ ഭക്ഷണവും വെള്ളവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡോക്ടർമാരെ കാണാനായിട്ട് മണിക്കൂറുകളോളം ഈ ആശുപത്രിയിൽ കാത്തിരിക്കുന്നു. പിന്നീട് ലേസർ ചികിത്സ, പിന്നീട് കണ്ണിന് മരുന്നൊഴിക്കുന്ന ചികിത്സ, അത്തരം ചികിത്സകൾക്കായി ഏതാണ്ട് 5 മണി 6 മണിയാവും അവർ പക്ഷേ ഈ ആശുപത്രിയിൽ നിന്നും പോകുമ്പോഴേക്കും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം സഹിച്ചുകൊണ്ട് ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗവും ഈ ആശുപത്രിയിൽ ഉപേക്ഷിക്കുമ്പോഴും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് കനത്ത അനാസ്ഥയാണ്. കാരണം ഒരു പക്ഷേ ഈ സർക്കാർ അധികൃതർ പറയുന്നത് പോലെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മെഷീനുകളൊക്കെ ആയിരിക്കും. പക്ഷേ അത്തരത്തിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഷീൻ്റെ തകരാറ് സംഭവിച്ചിട്ട് അത് പരിഹരിക്കാൻ കഴിയാതെ കണ്ണ് എന്ന് പറയുന്നത്, കാഴ്ച എന്ന് പറയുന്നത് മനുഷ്യരെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് കാരണം. അപ്പോൾ ഈ കാഴ്ച ശക്തിയെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവം, അനാസ്ഥയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇത്തരത്തിൽ ഇവിടുത്തെ ഈ തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി ഹോസ്പിറ്റലിലെ ഈ ശസ്ത്രക്രിയ ഉപകരണം പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു ഉപകരണമാണുള്ളത്. നമുക്ക് 5ാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും ഒഴിഞ്ഞ വരാന്തകളാണ്. മൈക്രോബയോളജി ലാബിലും ആളുകളില്ല. കാരണം അവിടെ മതിയായിട്ടുള്ള സംവിധാനങ്ങളില്ല. ഈ ബോർഡുകൾ മാത്രമാണുള്ളത്. അവിടെ മതിയായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല, മതിയായിട്ടുള്ള സംവിധാനങ്ങളില്ല, മതിയായിട്ടുള്ള ഉപകരണങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ പുറത്ത് പോയി ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഈ സുനിതയെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരവധി ടെസ്റ്റുകളെല്ലാം പുറത്തു നിന്നാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിൽ നിന്ന് ചെയ്തതൊക്കെ പുറത്തെ ലാബുകളിൽ നിന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കെട്ടിടങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും മെച്ചപ്പെട്ടതല്ല എന്ന് കാണിക്കുന്നത് ഒരുപക്ഷെ ഈ ഗുരുതരമായിട്ടുള്ള സംഭവം. ഇതൊരു വലിയൊരു ചികിത്സാ പിഴവ് തന്നെ എന്ന് പറയുന്നത്, ഒരുപക്ഷെ ചികിത്സ അശ്രദ്ധ തന്നെ പറയാം. കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ കുടുംബം ഈ ആശുപത്രിയിൽ കയറി ഇറങ്ങുകയാണ്. രോഹിണി. അതെ, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം ഈ ചികിത്സ നിഷേധിക്കപ്പെട്ട യുവതിയുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. കണ്ണിൻ്റെ ബ്ലഡ് ഇറങ്ങിയിട്ടായിരുന്നു പ്രശ്നം. 3 ലൈസറിൻ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടേഴ്സ് എഴുതി തന്ന എല്ലാ ടെസ്റ്റും ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് അനുശേഷം കാണിച്ച് അതിനുശേഷം അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പം വിളിച്ച് വരാൻ പറഞ്ഞ ഡേറ്റ് തന്നതിൻ്റെ 2 ദിവസത്തിന് മുന്നേ വിളിച്ച് പറഞ്ഞു മെഷീൻ കംപ്ലൈൻ്റ് ആണ്, ഇനി ഒരു അറിയിപ്പുണ്ടായിട്ട് വന്നാൽ മതിയെന്ന്.